എല്ലാരും വരി. വരി. വരിയായി നിക്കേ. വരിയായിട്ട് വരി തെറ്റരുത്. ആരും സ്പീഡ് കുറയ്ക്കാൻ പാടില്ല. കൃത്യം 15 മിനിറ്റ് കൊണ്ട് കണിയാൻപാറയിൽ എത്തണം. 15 മിനിറ്റ് കൊണ്ട് തിരിച്ച് നടന്ന് ഇവിടെയും എത്തണം. ബ്രിസ്ക് വാക്കിംഗ്. എങ്കിലേ വ്യായാമം കൊണ്ട് പ്രയോജനം ഉണ്ടാകൂ. കൈയും കാലും മുമ്പോട്ടും പുറകോട്ടും ആഞ്ഞ് വീശി നല്ല സ്മാർട്ടായിട്ട് നടക്കണം കേട്ടോ. എങ്കില് സന്ധി ബന്ധങ്ങളൊക്കെ ഒന്ന് ഇളകി ഇളകി അസ്ഥ്യം ഊരിപ്പോവും. ഞാൻ പോലീസിലുണ്ടായിരുന്നപ്പോഴെങ്ങനെ ഇവന്റെ കൈ കിട്ടുന്നെങ്കിലേ ഒരു ഇടിക്ക് തയ്യില്ല. നീ ഒന്ന് പോടാ ചേർക്കാം. ഞങ്ങളെ സന്ധിബന്ധം പഠിപ്പിക്കാൻ വന്നേക്കണം. ആയ കാലത്ത് ഞങ്ങളൊക്കെ അസറായിട്ട് പണിയെടുത്തവരാ. നിന്നെ പോലെ കള്ളച്ചാപ്പാട് അടിച്ച് നടന്നതല്ല. സംസാരിച്ചുകൊണ്ട് നടന്ന വ്യായാമത്തിന്റെ ഫലം കിട്ടിയില്ല. സ്പീഡ് കുറച്ചാൽ നടന്നെടുത്തുന്ന തന്നെ വീണ്ടും നടത്തിക്കും. കാല് കടഞ്ഞിട്ടാണ് ചീഫ. ആ കടച്ചില് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ നടത്തം. കിതയ്ക്കുന്ന നല്ലതാണ്. ലങ്സിന്റെ പ്രവർത്തനത്തിനും ഹാർട്ടിന്റെ. ആൾക്ക് നല്ലതാണെന്ന് എനിക്കോ അതോ തനിക്കോ? നടക്ക്. സ്പീഡ് സ്പീഡ്. വേഗം. ഒരു ഇഡ്ഡലിയും കൂടെ. എന്താ? അല്ല, എനിക്ക് ഒന്ന് മതി, 2 വേണ്ടെന്ന് പറയേ. പ്രായവും ആരോഗ്യസ്ഥിതി അനുസരിച്ച് കലോറി കണക്കാക്കിയിട്ടാണ് ഭക്ഷണം തീരുമാനിച്ചിട്ടുള്ളത്. അത് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. ദേ, ഇതെപ്പോഴും എപ്പോഴും എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ഒന്ന് വേഗം വലിച്ചു വാരി കയറ്റ്. ഈ 8:30ക്കാണ് റീഡിംഗ് സെഷൻ, പാരായണ വേള. എല്ലാവരും കമ്മ്യൂണിറ്റി ഹാളിൽ ഉണ്ടായിരിക്കണം. ഇന്നലെ വായിച്ചത് ബൈബിളാണ്. അതിന്റെ തലേന്ന് ഖുറാൻ. ഇന്ന് ഈ ഗീതയാവാം. എക്സ്ക്യൂസ് മീ, എനിക്ക് ബ്രിഗേഡിയർ ആർ.കെ. മേനോനെ ഒന്ന് കാണണം. സാധാരണ വിസിറ്റേഴ്സിനെ അദ്ദേഹം ഇവിടെ വെച്ച് സ്വീകരിക്കാറില്ല. ഈ എക്സ്പോർട്ട് കമ്പനിയുടെ ഓഫീസിലോ ബംഗ്ലാവിൽ വെച്ചോ കാണുന്നതാണ് നല്ലത്. അതും പ്രെയർ അപ്പോയിന്റ്മെന്റ്. സ്നേഹാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളപ്പോ അദ്ദേഹം അറ്റൻഡ് ചെയ്യാറുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. സോറി. എനിക്ക് അദ്ദേഹത്തെ കണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം മതിയോ? മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാതെ ആരെ അകത്തേക്ക് വിടാൻ എനിക്ക് അനുവാദമില്ല. ഹീസ് എ വെരി സ്ട്രിക്റ്റ് മാൻ. ഐ ഡു അണ്ടർസ്റ്റാൻഡ്. തൽക്കാലം ഒരു ഫേവർ മാത്രം ചെയ്യൂ. ബ്രിഗേഡിയർ ആർ.കെ. മേനോനെ കാണുവാൻ ക്യാപ്റ്റൻ ആലീച്ചെറിയാൻ വന്നിരിക്കുന്നു എന്ന് മാത്രം ചെന്ന് പറയൂ. ജസ്റ്റ് ഓൺലി ദാറ്റ്. ക്യാപ്റ്റൻ? യെസ്, ക്യാപ്റ്റൻ ആലീച്ചെറിയാൻ. മോർണിംഗ്. സ്റ്റീഫൻ, ആ കാറിൽ എന്റെ ബാഗ് കാണും, അതിങ്ങെടുത്തോ. കാറിൽ നിന്ന് ഇറങ്ങുമ്പോ തോൽസഞ്ചി കയ്യിലെടുത്താലും ഇയാടെ കയ്യിലെ വള ഊരിപ്പോകും. താമെല്ലാം പറഞ്ഞോ? ഇല്ല. താൻ മനസ്സിൽ പറഞ്ഞാലും എനിക്കത് മനസ്സിലാവും. അതിനുള്ള സിദ്ധി കുര്യാക്കോസ് ഡോക്ടറെ കൊണ്ട്. മനസ്സിലായോ? ഞാൻ ബാഗ് എടുക്ക. അല്ല, ബാഗ് എടുക്കുക. ആ കോട്ടും എടുത്തോ. മെഡിക്കൽ കാർഡ്. അസുഖമുള്ളവർക്ക് മാത്രം പോരെ എന്നും കുന്നും ഈ പരിശോധനയും കുഴൽ വെക്കലും ഒക്കെ. അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ് ഫീസും കൊടുത്ത് ഒരാളെ വരുത്തിയിരിക്കുന്നത്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ 3 ദിവസം സമ്പൂർണ്ണ വൈദ്യ പരിശോധന ഇവിടെ നിർബന്ധമാണ്. ആർ.കെ. സാറിന്റെ ഓർഡർ അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആഴ്ചയിൽ 3 ദിവസമല്ല, പറ്റുമെങ്കിൽ ദിവസവും വരാൻ ആ അപ്പാത്തിക്കീരിയോട് പറ. എനിക്കാണെങ്കിൽ ശരീരം ആസകലം അസുഖമാ. നിർത്ത്. ഈ ലിസ്റ്റ് ഇവിടെ വിളമ്പട്ട, അകത്ത് മതി. നമസ്കാരം ഡോക്ടർ സാർ. കഴിഞ്ഞ തവണ ഡോക്ടറെ കുറിച്ച് തന്ന മരുന്നുകൾ നിർദ്ദേശിച്ച പടി കൃത്യമായി സമയാസമയങ്ങളിൽ കഴിച്ചു. ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നത് അവാസ്തവമായിരിക്കും. എന്നാൽ പ്രതീക്ഷിച്ചത്ര ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊട്ടില്ലാതെ. മുൻപ് പ്രസ്താവിച്ച അസുഖങ്ങൾക്ക് പുറമെ വേറെയും ചില
ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ശരീരത്തിനൊരു തളർച്ച, മാന്ദ്യം, ഉന്മേഷക്കുറവ്, ഇതിനെല്ലാത്തിനും നാവ് നീട്ടു. പറഞ്ഞു കഴിഞ്ഞില്ല. പതിവായി പറയാറുള്ളതല്ലേ, നാവ് നീട്ടണം. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പറയേണ്ട പോലെ പറയാൻ കഴിയുന്നില്ല. അതും അസുഖത്തിന്റെ ഫലമായല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വായെന്ന് വിളിക്കൂ. എഴുന്നേറ്റ് കൊണ്ട് മാറി നിൽക്കൂ. എഴുന്നേക്കൂ, അങ്ങോട്ട് പറഞ്ഞോളൂ. എന്തൊക്കെയാ കുഞ്ഞുകൃഷി കൈമളെ പുതിയ വിശേഷങ്ങൾ? അന്ന് മരുന്ന് കഴിച്ചു, ആ അസുഖം മാറി. ഇപ്പൊ ജലദോഷം കൊണ്ട് രാത്രിയും പകലും തുമ്മാനേ നേരമുള്ളൂ. ജലദോഷത്തിന് ഞാൻ ഒരു പുതിയ മരുന്ന് കുറിച്ചു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡോക്ടർ കുര്യാക്കോസ് അല്ലേ? അതെ, ഞാൻ ക്യാപ്റ്റൻ ആലീസ് ചെറിയാൻ. ക്യാപ്റ്റൻ ആലീസ് ചെറിയാൻ. അപ്പൊ എന്റെ ഊഹം തെറ്റിയിട്ടില്ല. മനസ്സിലായി മനസ്സിലായി. ആർക്കെന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു എക്സ് മിലിറ്ററി നേഴ്സോട് വരുന്നുണ്ടെന്ന്. എനിക്ക് ആ കസേര എടുപ്പിക്കാം സിസ്റ്റർ. വേണ്ട, പ്ലീസ് കാര്യം. ഈ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെങ്കിലും ചുമതലയേക്കാനുള്ളത് ഞങ്ങൾ ഡോക്ടർമാർക്ക് ഒരു വലിയ ആശ്വാസമാണ്. ഒരു 2 വർഷം മൃഗാശുപത്രിയില് ഈ കന്നിനെ കുത്തിക്കുന്ന സിറിഞ്ചില്ലേ, അത് കഴുകുന്ന ജോലി ചെയ്താലും നഴ്സ് എന്നുള്ള പട്ടം കിട്ടും. ഇക്കാലത്ത് പ്രത്യേകിച്ചും. കൈമൾക്കപ്പോ ജലദോഷം അല്ലേ? ഞാൻ ഒരു ഗുളിയെ കുറിച്ച് തരാം. ഒരാഴ്ച ഇവനെ ഞാൻ കാഴ്ചയാൽ മതി, മാറിക്കോളൂ. ജലദോഷത്തിന് ഒരാഴ്ചത്തെ ഗുളിയെ? ഗുളിയെ കഴിച്ചില്ലെങ്കിലും ജലദോഷം ഒരാഴ്ച കൊണ്ട് മാറിക്കോളും. പക്ഷെ ജലദോഷത്തിന് പ്രത്യേകിച്ച് മരുന്നില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് വിവരമില്ലെന്ന് ഇവർ കരുതൂ. വായ തുറക്കാൻ സമ്മതിച്ചാൽ അപ്പ തുടങ്ങും ഇല്ലാത്ത അസുഖങ്ങളെ പറ്റിയുള്ള ഭാഗവത പാരായണം. അതും അച്ചടി ഭാഷയിൽ. ഇത് മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ. കാണിച്ചുതരാം. ഇതിനൊക്കെ പുറമെ വിശേഷം ഇതാ. യെസ്, ഇവിടെ പുതിയതായി ചാർജ് എടുക്കാൻ വന്നിട്ടുള്ള മേട്രൻ ഈ ക്യാപ്റ്റൻ മിസ് ആലീസ് ചെറിയാനാണ്. 9 കൊല്ലം ഇന്ത്യൻ മിലിറ്ററിയിൽ നഴ്സായി സേവനം അനുഷ്ഠിച്ചിട്ടാണ് ക്യാപ്റ്റൻ വരുന്നത്. ബ്രിഗേഡിയർ RK മേനോൻ സാറിനെ പോലെ ക്യാപ്റ്റൻ മിസ് ആലീസും എല്ലാ കാര്യങ്ങളിലും വളരെ സ്ട്രിക്റ്റ് ആണ്. അത് പ്രത്യേകം ഓർമ്മിക്കണം. എന്തിനാ സ്റ്റീഫ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി അവർക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാക്കുന്നത്? അല്ല, അത് പിന്നെ മിസ് ആലീസിനെ കുറിച്ച് അവർക്ക് ഒരു പിക്ചർ നേരത്തെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ്. ഞാനിനി ഇവരുടെ ഇടയിലല്ലേ കഴിയാൻ പോകുന്നത്. പിക്ചറൊക്കെ താനേ ഉണ്ടായിക്കൊള്ളും. എങ്കിൽ ഞാൻ ഇവരെ പരിചയപ്പെടുത്താം. ഇത് ഗോവിന്ദപിള്ള ചേട്ടൻ. കോടതിയിൽ ആമ്യനായിരുന്നു. നെയ്യാറ്റിൻകര സ്വദേശം. വയസ്സ് 75. 70. ഇത് കുഞ്ഞുകൃഷ്ണൻ കൈമൾ. വയസ്സ് 62. വക്കീൽ കുമസ്തനായിരുന്നു. എന്താ ഇത്? ഗവർണറുടെ ഗാർഡ് ഓഫ് ഓണറോ ഇങ്ങനെ പരിചയപ്പെടുത്താൻ? ഞങ്ങൾ പരിചയപ്പെട്ടോളാം. സ്റ്റീഫൻ പൊയ്ക്കോളൂ. എന്റെ ഡ്യൂട്ടി. അമ്മാവിന്റെ വീട് എവിടെയാണ്? പീച്ചി, തൃശ്ശൂർ അടുത്തേ. പീച്ചി പിന്നെ എനിക്കറിഞ്ഞൂടെ? സ്കൂളിൽ നിന്ന് ഞങ്ങളിവിടെ എക്സ്കർഷൻ പോയിട്ടുണ്ട്. അന്ന് ഡാമിലെ ഗാർഡനിൽ നിന്നും ആരും കാണാതെ 2 പൂ പൊട്ടിച്ചെടുത്തത് ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക്. എന്താണ് ഇവിടെ ഇങ്ങനെ നിരന്നു നിൽക്കുന്നത്? വരൂ, നമുക്ക് ആ വരാന്തയിലെ നിഴലിൽ ചെന്നിരിക്കാം. വരൂ. അമ്മാമ്മയുടെ പേര് പറഞ്ഞില്ലല്ലോ. വെറോണിക്ക. നല്ല പേര്. എവിടാ നാട്? അഴീക്കോടാണ്. എന്റെ അമ്മാമ്മയ്ക്കും ഉണ്ടായിരുന്നു കാതിലിങ്ങനെ മേക്കാമോതിരം. അമ്മാമ്മ കിടന്നുറങ്ങുമ്പോ ഞാൻ അതിൽ ചെറിയ വെള്ളയ്ക്ക കെട്ടി ഞാത്തും. പണ്ട് കുട്ടിയായിരിക്കുമ്പോ കേട്ടോ. എന്റെ അമ്മോ, എത്ര അടിയാ പച്ചിറക്കിലുകൊണ്ട് അമ്മയുടെ നിന്നും കിട്ടാന്നറിയോ? എങ്ങനെ അടിക്കാണ്ടിരിക്കുക? അമ്മാമ്മയ്ക്ക് എന്ത് വേദനയായിരുന്നിരിക്കും. നേരെയാണ് കേട്ടോ. എത്ര കുട്ടികളുണ്ട് അമ്മാമ്മയ്ക്ക്? അത് പറഞ്ഞേ. 11. ഒന്നും കൂടെ ആയെങ്കിൽ ഒരു തുകതായി ഞാന്. ശരി. എന്റെ പ്രിയ സുഹൃത്തും വ്യവസായ പ്രമുഖനുമായ ബ്രിഗേഡിയർ RK മേനോൻ തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സ്നേഹസ്മാരകമായി താങ്ങും തണലും നഷ്ടപ്പെട്ട നിരാശരായ വയോവൃദ്ധർക്ക് വേണ്ടി പടുത്തുയർത്തിയിട്ടുള്ള ഈ സ്നേഹാലയം
ഈ നഗരത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു സ്നേഹക്ഷേത്രമാണ്. സ്നേഹപൂജയുടെയും ശുശ്രൂഷയുടെയും ആദരണീയങ്ങളായ 5 വർഷങ്ങൾ പിന്നിട്ട ഈ സ്ഥാപനത്തെ ഞാൻ നമസ്കരിക്കുന്നു. ഇവിടുത്തെ വിസിറ്റിംഗ് ഡോക്ടർ എന്നുള്ള നിലയിലും എന്റെ വ്യക്തിപരമായ നിലയിലും എല്ലാവിധ ആശംസകളും ഈ സ്ഥാപനത്തിന് ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തത് സ്നേഹാലയത്തിന്റെ ശക്തിയും ചൈതന്യവും ഞങ്ങളുടെ എല്ലാമായ RK സാറിന്റെ ബ്രിഗേഡിയർ RK മേനോന്റെ മറുപടി പ്രസംഗം. സുഹൃത്തുക്കളെ, പ്രസംഗിക്കാൻ എനിക്കറിയില്ല, പ്രവർത്തിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയ്ക്കും അവരുടെ അവസാന നാളുകളിൽ അവരാഗ്രഹിച്ചിരുന്ന എന്റെ സാമീപ്യവും ശുശ്രൂഷയും നൽകുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ കുറ്റബോധം എന്നിൽ വരുത്തിയ പരിവർത്തനം, അതിനുള്ള പ്രായശ്ചിത്തം, അങ്ങനെയാണ് ഈ സ്നേഹാലയം ഞാൻ ആരംഭിക്കുന്നത്. ഇവിടുത്തെ ഓരോ അന്തേവാസികളിലും ഞാൻ കാണുന്നത് എന്റെ അച്ഛനമ്മമാരെ തന്നെയാണ്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഇവർക്ക് നൽകാൻ കഴിയുന്ന ഈ ശുശ്രൂഷയും സ്നേഹവും പരിചരണവും എന്റെ ഏറ്റവും വലിയ ഭാഗ്യവും നേട്ടവും സായുജ്യവുമായി ഞാൻ കരുതുന്നു. അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സംതൃപ്തി ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായി. താങ്ക് യു. പ്രസംഗത്തിൽ പറഞ്ഞതൊക്കെ നേരമില്ല. 3 നേരം ഭക്ഷണം, കിടക്കാൻ അടച്ചുറപ്പുള്ള മുറി, മരുന്നിന് മരുന്ന്. എന്താ പോരെ? ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഉച്ചത്തിൽ ഒരു കോട്ടുവാ ഇടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? നിങ്ങളും കൂടി കേൾക്കേണ്ട കാര്യങ്ങൾ. ഈ വയസ്സുകാലത്ത് അവനവന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം അതില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ഇവിടുത്തെ ഈ പട്ടാളച്ചുട്ട അതിന്റെ വിമിഷ്ടം കുറച്ച് കടുപ്പം തന്നെയാണേ. പോലീസ് ട്രെയിനിങ് ക്യാമ്പ് പോലും ഇങ്ങനെ കാണൂല. അതെ അതെ. ദുരിതം തന്നാണേ. മണിയടിക്കുമ്പോ ചോറ്, മണിയടിക്കുമ്പോ ഉറക്കം. വന്ന് വെളിക്കിറങ്ങണമെങ്കിൽ വരെ മണിയടി വെച്ച കേൾക്കണമെന്നായി. 5ഉം 10ഉം ദിവസം കൂടുമ്പോ നമ്മൾ തമ്മിൽ ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? നമുക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം വല്ലതും അദ്ദേഹം അറിയുന്നുണ്ടോ? പടച്ചോനെ, അപ്പൊ ഞമ്മക്കിവിടെ പരമസുഖണെന്നായിരിക്കും മൂപ്പരുടെ ധാരണ. അല്ലെന്നാരെങ്കിലും പറയാതെ അങ്ങനെ അറിയാന്? കാർത്യാനിയമ്മ പറഞ്ഞത് നേരാണ്. അത് നമ്മൾ പറഞ്ഞാലല്ലേ അത് അറിയൂ. നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ തുറന്നങ്ങ് പറയണം. അതിനോട് ഞാൻ ശക്തിയായി യോജിക്കുന്നു. പറയുക തന്നെ വേണം. അത് മുഖത്ത് നോക്കി പറയണം. അതിൽ അന്യഥാ കരുതേണ്ട കാര്യമൊന്നുമില്ല. നേരാ, പറയാ തന്നെയാ വേണ്ടത്. എന്നെന്നെയാണ് ഇപ്പോ ഞമ്മക്കും തോന്നണത്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാ പറ്റൂല. പക്ഷെ അത് ആര് പോയി പറയും? എന്റെ നോട്ടത്തില് കാര്യങ്ങൾ അതിന്റെ ഇണക്കത്തിന് പറയാൻ പറ്റിയ ആള് പിഷാരടി തന്നെയാ. വാസ്തവം. താൻ പറഞ്ഞാലേ അത് ശരിയാവും. ഞാനോ? താൻ തന്നെ. ഓഹോ, അതിനെന്താ, ഞാൻ പറയാം. ഞാൻ അവിടെ ചെന്ന് കാര്യകാരണ സഹിതം വിശദീകരിച്ച് ബോധ്യപ്പെടുത്താം. അതിപ്പോ ബ്രിഗേഡിയർ സാറിന്റെന്നല്ല, സാക്ഷാൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുമ്പിലാണെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു മനഃശാഞ്ചല്യമില്ല. അല്ല, അതിനെ വൈകിക്കണ്ട, ഇപ്പൊ തന്നെ അയക്കളയാം. നേരെ ചെല്ലുന്നു. അതെ, നേരെ RK സാറിന്റെ അടുത്ത് ചെല്ലുന്നു. മുഖത്ത് നോക്കി പറയുന്നു, നോക്കുക, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പറഞ്ഞോളൂ. മിസ്റ്റർ പിഷാരടി, പറയൂ. ഒന്നുമില്ല. അത് പിന്നെ ഞാൻ ഇവിടെ വെച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരൂ, രാവിലേക്ക് പോവാം. എവിടെ വെച്ച് പറഞ്ഞാലെന്താ, ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ല, അങ്ങനെ ആ പ്രസംഗത്തെ പറ്റി ഞങ്ങൾ ഇവിടെ ഒന്ന് ചർച്ച ചെയ്യായിരുന്നു. അങ്ങ് ആ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, സ്വന്തം അച്ഛനെയും അമ്മയുമാണ് ഞങ്ങളിലൊക്കെ കാണുന്നതെന്ന്. അത് കേട്ടപ്പോ കണ്ണ് നിറഞ്ഞു പോയി, മനസ്സുരുകിട്ടേ. അതൊന്ന് പറയണല്ലോ. അത്രേ ഉള്ളൂ. 7:30 മുഴങ്ങുന്ന ബില്ല് എന്തിനുള്ളതാണെന്ന് അറിയാമല്ലോ? അത്താഴത്തിന്റെ. ചെല്ലു.
ഗുരുവായൂരപ്പ. അതെ, പ്രസംഗത്തിൽ പറയണ കേട്ടട്ടെ കണ്ണ് നിറഞ്ഞു അത്രേ, മനസ്സുരുകിട്ടേ. സായിപ്പിനെ കാണുമ്പോ കവാത്ത മുറക്കൊന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്റെ നാവ് പൊന്തിയില്ല, സമ്മതിച്ചു. പിന്നുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ നാക്ക്, അതൊക്കെ എടുത്തൊന്ന് പെരുമാറായിരുന്നില്ലേ? എന്തിനാ വെറുതെ തർക്കിക്കണേ? ആർക്കെ സാറിന്റെ മുഖത്ത് നോക്കി ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. നേരാണ്. പെണ്ണും കെട്ടിയിട്ടില്ല, ഒരു മനുഷ്യപ്പറ്റില്ലാത്ത സമ്പ്രദായമാണ് സാറിന്. നമ്മുടെ വിധി എന്ന് പറഞ്ഞാ മതിയല്ലോ. അതെ വിധിയെ കുറിച്ചൊക്കെ പിന്നെ പറയാം, ഇപ്പൊ വെട്ടി വാരി വിഴുങ്ങ്. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ എല്ലാരും ഗുളിക കഴിക്കണം. ഈ ഗുളിക കഴിക്കാതെ തന്നെ എനിക്ക് ഉറക്കം വരും എന്റെ തങ്കമണി. പറ്റില്ല, ഗുളിക കഴിച്ചുറങ്ങണമെന്നാണ് നിയമം. എന്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് ഉറങ്ങാറായിട്ടില്ല. ഞാൻ അല്പം കൂടി ഇത് നാമം ചൊല്ലിക്കോട്ടെ. മന്ദാകിനി എപ്പോൾ ഉറങ്ങണമെന്നും എപ്പോ ഉണരണമെന്നും നിശ്ചയിക്കുന്ന ആർക്കെ സാറാണ്. അപ്പൊ പിന്നെ ഒന്നും പറയാൻ പറ്റൂല്ലോ. എന്റെ ഗുളിക നിങ്ങൾ അന്നിരുന്നു. അയ്യടാ, ആർക്കേടാ ഗുളിക? പിന്നെ എന്ന് കിടന്ന് ഉറങ്ങിക്കാം. അതൊന്നും വേണ്ട, ഇരിക്കൂ. ഹായ്, നന്നായിരിക്കുന്നു കേട്ടോ. വെറുതെ സമയം കളയാൻ വേണ്ടി ചുമ്മാ. തയ്ച്ചു കഴിഞ്ഞതാ അത്? ആ, എന്താ തങ്കമണിയത്? ഉറക്ക ഗുളിയ അല്ലാണ്ടെന്താ? ഇത് കഴിച്ചിട്ടേ ഇവിടെ ഉറങ്ങാൻ പാടുള്ളൂ. അതെ, അതുകൊണ്ട് ഇതങ്ങ് കഴിച്ച് സുഖമായിട്ട് പുതപ്പും പുതച്ച് കിടന്നങ്ങ് ഉറങ്ങിയേച്ചാ മതി. വേണ്ട കുഞ്ഞെ, ഇത് കഴിച്ചാ പിറ്റേന്ന് എഴുതിക്കാൻ വയ്യ. അല്ലാതെ തന്നെ ഉറങ്ങുന്നുണ്ടല്ലോ. ഇവർക്ക് വേണ്ടെങ്കിൽ എന്തിനാ തങ്കമണി നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്? അയ്യോ, ആർക്കെ സാറിന്റെ ഓർഡറാണ്. അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അല്ല, അത് എന്തേ ഗുളിക കൊടുക്കാതിരുന്നെന്ന് ചോദിച്ചാ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞോളൂ, പോരെ? തങ്കമണി പോയി കിടന്നോളൂ. ഞാനല്ലേ പറയുന്നത്. ഇന്നിനി ആർക്കും ഉറങ്ങണ്ട അല്ലേ? എന്തു വേണമെങ്കിലും ആയിക്കോ, എനിക്കെന്താ. വന്നോളൂ. എന്താ അവിടെ തന്നെ നിന്നാലും ഇങ്ങോട്ട് വന്നോളൂ. ഇരിക്കൂ, ഇരിക്കൂ. ആലീസാറേ? ആലീസാറല്ല, വെറും ആലീസ്. അല്ലെങ്കിൽ ആലീസ് കുഞ്ഞ്, അതും അല്ലെങ്കിൽ ആലീസ് മോള്, അത് മതി. പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. എന്റെ മോനെ അറിയോ? തോമസ് ഊട്ടി. അവനും പട്ടാളത്തിലാ. പേര് പറഞ്ഞാൽ ഓർക്കില്ല. ഏത് ഡിവിഷനിലാണെന്ന് അറിഞ്ഞാൽ പിന്നെയും പറയാം. ഞാൻ മെഡിക്കൽ കോർപ്സിലായിരുന്നല്ലോ. ഞാനുണ്ടായിരുന്ന ഹോസ്പിറ്റലെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ. അയ്യോ, അവൻ ആശുപത്രിയിലൊന്നും വന്ന് കാണത്തില്ല. അങ്ങനെ അസുഖമൊന്നും വരുന്ന ദേഹപ്രകൃതമല്ല എന്റെ മോന്റെ. അല്ല, മക്കൾ 11 ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അവരൊക്കെ എവിടെ? ഒന്നും കൊണം പിടിച്ചില്ല കുഞ്ഞെ. എങ്ങനെ പിടിക്കാനാ? കള്ളം കുടിച്ച് ലക്കും കെട്ടോളം നടത്തേയല്ലയോ. എപ്പോ നോക്കിയാലും എഴുന്നള്ളിക്ക ഈ ഒരു വിഷയമുള്ളൂ. 11 പെറ്റൂത്രേ, അതിന് മറ്റുള്ളവരെന്ത് പഴിച്ചു? മച്ചിയായി പോയതുകൊണ്ടുള്ള അസൂയ. ആ, ഗുളിക കഴിച്ചില്ലെങ്കിലും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, അതല്ലേ അതിന്റെ ശരി? അതോ ഇത് കഴിച്ചാലേ ഉറക്കം വരുന്നുണ്ടോ? അയ്യോ വേണ്ടായേ, അതില്ലാണ്ട് തന്നെ ഉറങ്ങിക്കോളാവേ. അപ്പൊ ശരി, ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
മൂക്കിലുകൾ മൂളിപ്പറക്കുമീ ഗഗനനീലിമയിൽ ഇന്നൊരു ദിനം